When viewed from the earth, we feel that all the celestial bodies are on the same plane. Is it really like that? നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാ ആകാശഗോളങ്ങളും ഒരേ തലത്തിലാണെന്നാണ് നമുക്ക് തോന്നുന്നത്. അത് ശരിക്കും അങ്ങനെ തന്നെയാണോ എന്നാണ് ചോദിച്ചത്. അതായത് ഒരേ ലെവലിലാണോ നമ്മളെ ആകാശത്ത് കാണുന്ന എല്ലാ സെലസ്റ്റിയൽ ബോഡീസും? And the answer is the planets, asteroids, meteoroids and comets in our solar system orbit the sun is nearly identically plane. അതെ, നമ്മുടെ സൗരയൂഥത്തിലെ, അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സ് മീൻസ് ഗ്രഹങ്ങൾ, ആസ്ട്രോയിഡ്സ് ചിഹ്നഗ്രഹങ്ങൾ, ഉൽക്കകൾ, ധൂമകേതുകൾ ഏതാണ്ട് സമാനമായ ഒരു തരത്തിൽ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ സോളാർ സിസ്റ്റം നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. സൂര്യനും സൂര്യൻ്റെ ഫാമിലിയും, സൺ ആൻഡ് ഇറ്റ്സ് ഫാമിലി. സൂര്യനും സൂര്യന് ചുറ്റും 8 പ്ലാനറ്റുകൾ കറങ്ങുന്നുണ്ട്. ആ കറങ്ങുന്ന ആ ഒരു ലൈനാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്, ആ വളയങ്ങൾക്ക്. അപ്പോൾ സണ്ണിന് ചുറ്റും ഈ ആരാ കറങ്ങുന്നത്? 8 പ്ലാനറ്റുകളാണ് കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ദെൻ ദ ഹണ്ടർ ഒറിയോൺ, അതായത് നേരത്തെ നമ്മളൊരു കോൺസ്റ്റലേഷൻ പഠിച്ചു ആൻഡ്രോമെഡ, അതുപോലെ വേറൊരു കോൺസ്റ്റലേഷനാണ് ഇത്. ഈ ഒരു ചിത്രം നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഇതെന്താണ്? ഹണ്ടറിൻ്റെ ഷേപ്പാണ്, ഒരു വേട്ടക്കാരൻ്റെ രൂപമാണ് അല്ലേ. അപ്പോൾ ഈ ചിത്രം തന്നിട്ട് നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ ഈ ചിത്രം എന്താണ്? ഒറിയോൺ അല്ലെങ്കിൽ ഹണ്ടർ. ഗ്രീക്കുകാരാണ് ഒറിയോൺ എന്നുള്ള പേര് കൊടുത്തത് കേട്ടോ. അപ്പോൾ ദ ഹണ്ടർ ഒറിയോൺ, ഇറ്റ് ഈസ് എ കോൺസ്റ്റലേഷൻ. ഇതൊരു നക്ഷത്രക്കൂട്ടമാണ്. കോൺസ്റ്റലേഷൻ നക്ഷത്രക്കൂട്ടം. വിസിബിൾ ഇൻ ദ ഈസ്റ്റേൺ ഹൊറിസോൺ അറ്റ് ഡസ്ക് ഇൻ ഡിസംബർ മാസത്തിലാണ് നമുക്ക് ഒറിയോനെ കാണാൻ പറ്റുക. ദ സ്റ്റാർസ് ആർ കണക്റ്റഡ് ആൻഡ് ഇമേജ് ഇൻ ഫോം ഓഫ് ദ ഷേപ്പ് ഓഫ് എ ഹണ്ടർ, സോ ഹെൻസ് ഗിവൺ ദ നെയിം ഹണ്ടർ. ഈ നക്ഷത്രങ്ങളെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഹണ്ടറിൻ്റെ ഷേപ്പാണ്, അതുകൊണ്ടാണ് നമ്മളിതിനെ ഹണ്ടർ എന്ന് വിളിച്ചത്. ദ ഗ്രീക്സ് ഗേവ് ദ നെയിം ഒറിയോൺ ടു ദിസ് കോൺസ്റ്റലേഷൻ. ഗ്രീക്കുകാർ ഈ ഹണ്ടർ എന്നുള്ള കോൺസ്റ്റലേഷന് ഒറിയോൺ എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതൊരു കോൺസ്റ്റലേഷനാണ് ഹണ്ടർ, ഒറിയോൺ. ഇതിൻ്റെ ഫീച്ചേഴ്സ് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിക്ചർ തന്നാൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി നെക്സ്റ്റ് സപ്തർഷിയാണ്. സപ്തർഷി എന്ന് പറഞ്ഞാൽ മിസ്സിന് ഇത് കണ്ടിട്ട് ഒരു കൈറ്റിൻ്റെ രൂപമാണ് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. 7 സ്റ്റാർസ് കൂടിയതാണ് നമ്മുടെ ഈ സപ്തർഷി. അത് ഈ 7 സ്റ്റാർസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇന്ത്യക്കാരാണ് ഇതിന് സപ്തർഷി എന്നുള്ള പേര് കൊടുത്തത്. ഇറ്റ് ഈസ് എ കോൺസ്റ്റലേഷൻ. ഇതും ഒരു നക്ഷത്രക്കൂട്ടമാണ്. വിസിബിൾ ഇൻ ദ നോർത്തേൺ ഹൊറിസോൺ ക്ലിയർലി വിസിബിൾ ഡ്യൂറിങ് ദ മന്ത് ഓഫ് ഏപ്രിൽ വിത്തൗട്ട് ദ എയ്ഡ് ഓഫ് എ ടെലിസ്കോപ്പ്. നമ്മുടെ ആകാശത്തിലെ സ്റ്റാർസിനെ ഒബ്സർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു ഉപകരണമാണ് ടെലിസ്കോപ്പ്. അപ്പോൾ ടെലിസ്കോപ്പിൻ്റെ ഉപയോഗമൊന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് ഏപ്രിൽ മാസത്തിൽ സപ്തർഷിനെ കാണാൻ പറ്റും. എവിടെയാണ് കാണുക? വടക്കൻ ചക്രവാളത്തിൽ, നോർത്ത് ഭാഗത്താണ് കേട്ടോ. അവിടെയാണ് നമുക്ക് എന്തിനെ കാണുക? നമ്മുടെ സപ്തർഷിനെ കാണുക. ഇന്ത്യൻസ് ഗിവൺ ദ നെയിം സപ്തർഷി. ഇന്ത്യക്കാരാണ് സപ്തർഷി എന്നുള്ള പേര് കൊടുത്തത്. കാരണം എന്താ? 7 സ്റ്റാർസ് കുഡ് ബി വെരി ക്ലിയർലി ഇൻ ദിസ് കോൺസ്റ്റലേഷൻ. 7 സ്റ്റാർസ് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ സപ്തർഷി എന്നുള്ള രൂപത്തിൽ കാണാം. അതുകൊണ്ടാണ് ഇന്ത്യക്കാരതിന് സപ്തർഷി എന്നുള്ള പേര് കൊടുത്തത്. ഇൻ യൂറോപ്യൻ കൺട്രീസ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ബിഗ് ഡിപ്പർ. ഇറ്റ് ഈസ് ദ ഷേപ്പ് ഓഫ് എ ബിഗ് സ്പൂൺ. നമ്മുടെ യൂറോപ്യൻകാർക്ക് ഈ ഒരു ഷേപ്പ് കണ്ടിട്ട് വലിയൊരു സ്പൂണിൻ്റെ ഷേപ്പാണ് തോന്നിയത്. അതുകൊണ്ട് അവർ നമ്മുടെ സപ്തർഷിക്കിട്ട പേരാണ് ബിഗ് ഡിപ്പർ. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ ഏഴ്സ മേജർ കോൺസ്റ്റലേഷൻ. ഏഴ്സ മേജർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതിനെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു കുഞ്ഞു ഭാഗം മാത്രമാണ് നമ്മൾ പഠിച്ചത്, അതായത് ഈ കോൺസ്റ്റലേഷൻ്റെ. അപ്പോൾ ഏഴ്സ മേജറിൻ്റെ ഒരു പാർട്ടാണ് ഈ കോൺസ്റ്റലേഷൻസൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 കോൺസ്റ്റലേഷൻ പഠിച്ചു. സപ്തർഷി, ഹണ്ടർ അഥവാ ഒറിയോണ്, ആൻഡ്രോമെഡ. ഈ 3 നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള നക്ഷത്രക്കൂട്ടങ്ങളൊക്കെ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ നോട്ടിലോട്ട് ചെയ്താൽ കേട്ടോ. ഇനി നമ്മളെ വാട്ട് പ്രിപ്പറേഷൻസ് ഡു വി നീഡ് ഫോർ സ്റ്റാർ വാച്ചിങ്, റൈറ്റ് ഇറ്റ്. അതായത് നക്ഷത്രങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഒന്ന് മിസ്സിൻ്റെ മക്കളൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ.